ഇതിനകത്ത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്ററിൽ ഇതിപ്പോൾ എത്ര വോൾട്ടിൽ അങ്ങനെ 5 വോൾട്ട് ആംബിയർ 0.014, അതായത് 14 മില്ലി ആംബിയർ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ എടുക്കണുള്ളൂ. കേട്ടോ 5 വോൾട്ടിൽ സ്റ്റക്കായിട്ടൊക്കെ അവിടെ എന്ത് ചെയ്യണില്ല. ഇത് എത്ര വോൾട്ടേക്ക് വരണം? 19 വോൾട്ട് അല്ലെങ്കിൽ 20 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. അത് സ്വിച്ച് ചെയ്യണില്ല. അപ്പോൾ ഇങ്ങനെ കോമൺലി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നോർമലി പവർ ഡെലിവറി, ഇതാണ് പവർ ഡെലിവറി ICs എന്ന് പറയുന്നത്. ഈ ICs സ്വിച്ച് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് എന്ത് വരിക, ഈ പ്രോബ്ലം വരിക. അപ്പോൾ ഇത് സ്വിച്ച് ചെയ്യാതിരിക്കണമെങ്കിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, സ്വിച്ച് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും ടൈപ്പ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, ഇത് മാക്ബുക്ക് എന്ന് മാത്രമല്ല, ഇതിപ്പോൾ മാക്ബുക്കാണ്, ആ മാക്ക് അല്ലാതെ ഏത് ലാപ്ടോപ്പ് കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ എവിടെയെങ്കിലും എന്തുണ്ടോ നോക്കണം, ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം. ഇവിടെ കാണിക്കാൻ എത്രയാണ് 002. ഇവിടെയും നമുക്ക് എത്രയാണ് കാണിച്ചത്, ഏകദേശം 004 കാണിച്ചല്ലേ. പക്ഷെ ഇവിടെ ഞാൻ ഷോർട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ എന്തുണ്ട് പറഞ്ഞു, ഷോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഷോർട്ടും ഇവിടെ ഷോർട്ടില്ല, ഇവിടെ ഷോർട്ട് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ, ഇത് CPU അല്ലെങ്കിൽ GPU ആണ്. ഇത് വളരെ കുറഞ്ഞ വോൾട്ടേജിൽ ഹൈ കറണ്ടിൽ ഉറക്കുന്ന സാധനം ആയതുകൊണ്ട് അവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ് പൊതുവേ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അവിടുത്തെ ഡയോഡ് വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2.5 വോൾട്ടാണ്. ഇതെടുക്കുന്ന അത്ര പവർ ഇവിടെ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അപ്പോൾ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അത്ര റീഡിങ് എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി എന്ത് തന്നെയാണ്, ഷോർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇത് എവിടെയാണ് ഷോർട്ട് എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോൾ ടെസ്റ്റ് ചെയ്ത് ഷോർട്ട് കണ്ടെത്തി, ഇനി നമ്മൾ ഷോർട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കോൾ ടെസ്റ്റ് ചെയ്യാൻ നോർമലി ആ സെക്ഷനിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ എത്ര കാണിക്കേണ്ടി വരും? ഒരു 170 above ഒക്കെ എന്ത് ചെയ്യും, കാണിക്കും. അത് ഡിപ്പെൻഡ് ഓൺ SSD, എത്ര SSD ഉണ്ട് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓയിലിൽ ഞാൻ ഒരെണ്ണം ഗ്രൗണ്ട് വെച്ചു. ഇനി എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഇഞ്ചെക്ട് ചെയ്യാണ്. ഇഞ്ചെക്ട് ചെയ്യുന്ന ടൈമിൽ എവിടെയാണ് ഹീറ്റ് ആവണമെന്ന് നോക്കി നോക്കാം കേട്ടോ. കേട്ടോ ആരാണ് ഹീറ്റ് ആയത്, IC. ഈ IC ഹീറ്റായില്ലേ. സോ നമ്മളുടെ ഫോൾട്ടി ആയിട്ടുള്ള കമ്പോണൻ്റ് ആരാണ്, ഈ IC ആണ്. അപ്പോൾ ഈ IC എന്ത് ചെയ്യണം, നമ്മൾ റീപ്ലേസ് ചെയ്യണം.